സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. ലൂക്കോസ് സുവിശേഷം 13-24 വാക്യം. ലൂക്കോസ് സുവിശേഷം 13-22-37 വിവരിച്ചിരിക്കുന്ന ഇടുങ്ങിയ വാതിലിൻ്റെ കാര്യത്തിൽ ഇത് സത്യമായിരിക്കുന്നു. ആരോ യേശുവിനോട് ചോദിച്ചു, കർത്താവെ രക്ഷിക്കപ്പെടുവാൻ എന്ന് അവർ ചുരുക്കമോ? അതിന് മറുപടിയായി ദൈവരാജ്യത്തിലേക്കുള്ള ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടുവിൻ എന്ന് യേശു ആഹ്വാനം ചെയ്തു. യേശു യഥാർത്ഥത്തിൽ ചോദിക്കുകയായിരുന്നു, രക്ഷിക്കപ്പെട്ടവരിൽ നീയും ഉൾപ്പെടുമോ എന്ന്. യഹൂദന്മാർ അഹങ്കരിക്കേണ്ട ആവശ്യമെന്ന് പറയുവാൻ യേശു സദൃശ്യം ഉപയോഗിച്ചു. അബ്രഹാമിൻ്റെ സന്തതികളായിരുന്നതിനാലോ അല്ലെങ്കിൽ ന്യായപ്രമാണം പാലിച്ചതിനാലോ ദൈവരാജ്യത്തിൽ ഉൾപ്പെടണമെന്ന് അവരിൽ പലരും വിശ്വസിച്ചു. പക്ഷേ വീട്ടുടയവൻ എഴുന്നേറ്റ് വാതിൽ അടയ്ക്കുന്നതിന് മുമ്പായി മാനസാന്തരപ്പെടുവാൻ യേശു അവരെ ആഹ്വാനം ചെയ്തു. നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിനോ പ്രവർത്തികൾക്കോ നമ്മെ ദൈവവുമായി അടുപ്പിക്കാൻ കഴിയില്ല. യേശുവിലുള്ള വിശ്വാസം മാത്രമേ നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. എഫീസർ 2:8-9 വാക്യം, തീത്തോസ് 3:5-7. വാതിലിടുങ്ങിയതാണെന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി അത് വിശാലമായി തുറന്നിട്ടിരിക്കുന്നു. തൻ്റെ രാജ്യത്തിലേക്കുള്ള ഇടുങ്ങിയ വാതിലൂടെ പ്രവേശനമുള്ള അവസരം പ്രയോജനപ്പെടുത്തുവാൻ ഇന്നെന്ന് അവൻ നമ്മെ ക്ഷണിക്കുന്നു. ഇടുങ്ങിയ വാതിലൂടെ നിങ്ങൾ പ്രവേശിക്കുകയും യേശുവിനോടൊപ്പം നിത്യജീവൻ ഉറപ്പാക്കുകയും ചെയ്തത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഈ തീരുമാനം വളരെ പ്രധാനമായിരിക്കുന്നത്? പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ രാജ്യത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി. അങ്ങ് എനിക്ക് വേണ്ടി മരിപ്പാൻ വന്നുവെന്നും മരിച്ചു ഉയർത്തെഴുന്നേറ്റുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ രക്ഷകനായി തീരണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.